കഴിഞ്ഞ ദിവസം ബറോസ് എന്ന ചിത്രത്തിന്റെ ചെന്നൈയിൽ ഒരു പ്രീമിയർ ഷോ നടക്കുകയുണ്ടായി. ഈ ചിത്രത്തിലേക്ക് ഇൻഡസ്ട്രിയിലെ പ്രമുഖരൊക്കെ കാണാനായി എത്തിയിരുന്നു. മോഹൻലാൽ സഹിതം ഈ ചിത്രത്തിന്റെ ഭാഗമായി എത്തുകയുമുണ്ടായി പ്രീമിയർ ഷോയ്ക്ക്. മോഹൻലാലിനൊപ്പം പ്രണവ് മോഹൻലാലും വിസ്മയയും സുചിത്ര മോഹൻലാലും ഒക്കെ കാണാൻ എത്തിയിരുന്നു. കൂടാതെ ഫാമിലിയും സുഹൃത്തുക്കളും തമിഴ് ഇൻഡസ്ട്രിയിലെ പ്രമുഖരും ഒക്കെ എത്തി. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് പ്രണവ് മോഹൻലാലിനെ തന്നെയാണ്. പ്രണവ് മോഹൻലാലും പ്രണവ് മോഹൻലാലിന്റെ സുഹൃത്തായി നമ്മൾ അടുത്തിടെ പ്രണവിന്റെ യാത്രയിൽ കണ്ട ഒരു വിദേശ വനിതയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായി. ഇന്നും അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ്. അപ്പോഴാണ് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് മോഹൻലാൽ തന്നെ പറഞ്ഞുകൊണ്ട് എത്തിയത്. ഒപ്പം പ്രണവിന്റെ വരാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റും വരാൻ പോകുന്നു. അതെ, ഗംഭീരമായൊരു അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാകും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു വാർത്ത വരുമെന്നാണ് നൽകുന്ന റിപ്പോർട്ടുകൾ. അത് 2025 എന്നതാണ് നോക്കി കാണേണ്ടതും. 2025 പ്രോജക്റ്റ് ആണ് നമുക്ക് മുന്നിലേക്ക് പ്രണവിന്റേതായി എത്താൻ പോകുന്നത്. അടുത്ത വർഷം എന്തായാലും പ്രണവിന്റെ ഒരു ഗംഭീര സിനിമ ഉണ്ടാകും. വരുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ഒരു സിനിമയാകാനാണ് സാധ്യതയെന്നാണ് ചില സൂചനകൾ നൽകുന്ന വിവരം. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ മൂവി ആയിരിക്കാനുള്ള സാധ്യത. നേരത്തെ തന്നെ രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഒരു ഹൊറർ ത്രില്ലറിലേക്ക് പ്രണവ് മോഹൻലാൽ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതാകുമോ അതോ മറ്റൊരു പ്രോജക്റ്റ് ആകുമോ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും രാഹുൽ സദാശിവന്റേത് മാത്രമല്ല മറ്റ് ചില പ്രോജക്റ്റുകളും പ്രണവ് മോഹൻലാൽ ചെയ്യുന്നു എന്നാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രണവ് മോഹൻലാലിന്റേതായി 2025 ഒന്നിൽ കൂടുതൽ സിനിമകൾ കാണാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ സദാശിവന്റെ ചിത്രം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രോങ് റൂമറുകളാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. മോഹൻലാലിനൊപ്പം രാഹുൽ സദാശിവൻ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ അടുത്തിടയ്ക്ക് പൊങ്ങി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് സാധ്യതയുണ്ട്, അത് പ്രണവ് മോഹൻലാലിന്റേതായിരിക്കും എന്ന രീതിയിലൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് പക്ഷേ മറ്റൊരു സിനിമയാകാനുള്ള സാധ്യതയാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഒരു പ്രണവ് മോഹൻലാൽ ചിത്രമെന്നാണ് പറയപ്പെടുന്നത്. ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമ. എന്നാൽ ഡയറക്ടറിന്റെയോ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയോ പേരുകളൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നതുകൂടി ഈ റിപ്പോർട്ടിൽ എടുത്തു സൂചിപ്പിക്കുന്നു. അടുത്തിടയ്ക്ക് ഒരു 100 കോടി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് പ്രണവ് മോഹൻലാലിന്റെ സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നത് എന്നും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ ഗാനത്തിന്റെയും അദ്ദേഹത്തിന്റെ സെക്കൻഡ് സിനിമയിലൂടെ 100 കോടി അടിച്ച ഒരാളുമാണ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുമാണ് അവർ നൽകുന്ന സൂചനകൾ. യഥാർത്ഥ ആൾക്കാരുടെ പേരുകൾ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇപ്പോഴിത് റൂമറായി തന്നെ എടുക്കാം. സ്ട്രോങ് റൂമർ തന്നെയാണ്. ഏതായിരിക്കും പ്രണവ് മോഹൻലാലിന്റേതായി ആദ്യം എത്തുക എന്നതും നോക്കിക്കാണുന്നു. രാഹുൽ സദാശിവന്റെയും ചിദംബരത്തിന്റെയും പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. കൂടാതെ വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ഒഴുക്കാൻ പോകുന്ന ഒരു സിനിമയുടെയും പേരുകളാണ് ഇപ്പോൾ സ്ട്രോങ് ആയി പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പ്രണവ് പുതിയ ചില ഗംഭീര സിനിമകളിലേക്ക് എത്താൻ പോകുകയാണ്. എന്നാൽ പ്രണവ് മോഹൻലാലിനെ പോലെ ഒത്തിരി സിനിമകൾ അഭിനയിക്കില്ല എന്നുകൂടി അച്ഛൻ മോഹൻലാൽ പറയുകയാണ്. പ്രണവ് ഇപ്പോൾ പുതിയ സിനിമകൾ അഭിനയിക്കാൻ പോവുകയാണ്. എന്നാൽ ഒരുപാട് സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നും നടൻ മോഹൻലാൽ പറഞ്ഞു. പ്രണവിന് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അതിനെ അവൻ ദുരുപയോഗം ചെയ്യുന്നില്ല. അവർ അവരുടെ രീതിയിൽ ജീവിതം ആസ്വദിക്കട്ടെ എന്നും ബറോസിന്റെ തമിഴ് വെർഷന്റെ റിലീസിന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറയുകയാണ്. ഞാൻ പ്രണവിനെ ഉപദേശിക്കാൻ പോകാറില്ല. മറ്റൊരാളെ ഉപദേശിക്കണമെങ്കിൽ നമ്മൾ വലിയൊരു ആളായിരിക്കണം. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രവുമല്ല മറ്റൊരാളെ ഉപദേശിക്കുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള പണിയല്ല. മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സിനിമകൾ ചെയ്യുന്നതിന് മുമ്പ് പ്രണവ് ഉപദേശങ്ങൾ ചോദിക്കാറുണ്ടോ എന്ന ചോദ്യത്തിനാണ് പ്രതികരണവുമായി മോഹൻലാൽ ഇങ്ങനെ എത്തിയത്. പ്രമേയത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ ഇനി അഭിനയിക്കും എന്നതാണ് ലേറ്റസ്റ്റായി വന്ന വാർത്തകൾ. ഹൊറർ ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജനുവരിയിൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 40 ദിവസം നീളുന്ന ഷൂട്ടിനാണ് ചിത്രത്തിനായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രമേയത്തിന്റെ നിർമ്മാതാക്കളായ വൈനോട്ട് ഫിലിംസും രാഹുൽ സദാശിവനും ചേർന്നാണ് സിനിമ നിർമ്മിക്കുക എന്നിങ്ങനെയാണ് റിപ്പോർട്ടുകൾ. അതിന് പിന്നാലെയാണ് മറ്റൊരു സിനിമയുടെ കൂടി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രണവ് മോഹൻലാലിന്റെ കരിയറിലേക്ക് അടുത്ത വർഷം നിരവധി ചിത്രങ്ങൾ ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നതും. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലാണ് പ്രണവ് മോഹൻലാൽ അവസാനമായി അഭിനയിച്ചത്. അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം കാണാൻ വേണ്ടിയാണ് ഫാമിലിയായി പ്രണവും എല്ലാവരും എത്തിയത്. അവിടെ നിന്നുള്ള പ്രണവിന്റെ വീഡിയോകളാണ് മീഡിയക്കാർ ഏറ്റവും കൂടുതൽ പകർത്തിയതുതും. പ്രണവിന്റെ ഒപ്പം ആരൊക്കെ വന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചർച്ചയാക്കുന്നത്. എന്തായാലും നാളെ ബറോസ് എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അച്ഛന്റെ സംവിധാനത്തിൽ ആദ്യമായി എത്തിയ ചിത്രം കാണാൻ വേണ്ടി പ്രണവ് മോഹൻലാൽ എത്തുന്നു. കൂടാതെ ബറോസിൽ പ്രണവ് മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ടോ എന്നൊരു റൂമർ കൂടി ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ബറോസ് എന്ന ചിത്രത്തിന്റെ കാസ്റ്റ് ലിസ്റ്റിൽ പ്രണവിന്റെയും പേര് കണ്ടു എന്നത്. മോഹൻലാലിനെയും പ്രണവിനെയും ഒരുമിച്ച് ബറോസിൽ കാണാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ വലിയ ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയും ചില മുഹൂർത്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നത് അവർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്.